നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ രാജ്യത്ത് CPI വിജയമുറപ്പിച്ച ഒരു സീറ്റായിരുന്നു തൃശ്ശൂർ. പാർട്ടിയുടെ ജനകീയ മുഖവും തൃശ്ശൂരുകാരുടെ സുനിശ്ചേട്ടനുമായിരുന്നു VS സുനിൽകുമാർ. അദ്ദേഹം തന്നെയാകും സ്ഥാനാർത്ഥിയെന്ന് വളരെ നേരത്തെ തന്നെ തൃശ്ശൂരിലെ പാർട്ടിക്കാർക്കും ഒപ്പം തന്നെ സാധാരണയായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്കും പോലും അറിയുകയും ചെയ്യാമായിരുന്നു. VS സുനിൽകുമാർ വളരെ സജീവമായി തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അങ്ങനെ അത്തരത്തിലൊരു വ്യക്തിത്വമാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇതോടുകൂടി CPIയിലും ഇടതുമുന്നണിയിലും വലിയ തർക്കങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമാണ് ഇപ്പോൾ വഴിവെക്കുന്നത് അല്ലെങ്കിൽ വഴിയൊരുങ്ങുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നിൽ ഇടതുപക്ഷത്തെ ചിലർ പങ്കുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ചിലരുടെ പങ്കുണ്ട് എന്നുള്ള ആരോപണമാണ് CPIയും CPMും പരസ്പരം ഉയർത്തുന്നത്. ഇരു പാർട്ടികളുടെ നേതാക്കൾ ഈ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കരിവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ CPM വോട്ട് മറിച്ച് BJPയെ വിജയിപ്പിക്കുകയായിരുന്നു എന്ന സംശയം CPIയുടെ ഉന്നത കേന്ദ്രങ്ങൾ അടക്കം ഇപ്പോൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ക്രിയാത്മകമായ ഇടപെടൽ നടത്തി വേണ്ട തിരുത്തലുകൾ വരുത്താതിരുന്നത് മുന്നണിയിൽ നിന്നും പൊതുജനത്തെ അകറ്റി എന്നുകൂടി CPI ആരോപിക്കുകയാണ്. അതൊരു ന്യായമായ ആരോപണമാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ BJPയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് LDFിൻ്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ്റെ പ്രസ്താവന, ആ പ്രസ്താവനയും VS സുനിൽകുമാറിന് വിനയായെന്ന് തന്നെയാണ് CPIയുടെ ആരോപണം. വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച EP ജയരാജൻ തുറന്ന് സമ്മതിച്ചതുമാണ് തോൽവിയുടെ ആക്കം കൂട്ടിയതെന്നാണ് CPIയുടെ മറ്റൊരു ആരോപണം. EPയുടെ പ്രസ്താവനകൾ BJPക്ക് വോട്ട് ചെയ്യുവാനുള്ള പ്രചോദനമായിരുന്നു എന്നടക്കം CPI ചൂണ്ടിക്കാട്ടുകയാണ്. ഇനിയുമുണ്ട് തൃശ്ശൂർ പൂരം പോലീസ് ഇടപെട്ട് അലങ്കോലപ്പെടുത്തിയത് അജണ്ടയുടെ ഭാഗമാണോ എന്നുള്ള ആരോപണം. അത് CPI ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതിന് മറുപടി പറയണം CPM. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംഘപരിവാർ ആസൂത്രണമായിരുന്നു എന്നാണ് ഇപ്പോൾ CPIയുടെ വിലയിരുത്തലെന്ന് പറഞ്ഞാൽ അതിന് പോലീസിനെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഉന്നതരുടെ അറിവും സമ്മതവും ഉണ്ടാകില്ലേ എന്ന ചോദ്യവും CPI കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് പിണറായി വിജയനെതിരെയുള്ള ആരോപണമാണ്. പ്രശ്നം വഷളാക്കിയ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും തക്ക സമയത്ത് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത് തൃശ്ശൂരിലെ ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തി എന്നുള്ള സൂചനകൾ തന്നെയാണ് CPI ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പൂരമലങ്കോലമാക്കിയത് ആസൂത്രിതമായിട്ടാണെങ്കിൽ അതിന് പിന്നിലെ CPIയിലെ ഒരു വിഭാഗത്തിന് പങ്കുണ്ടെന്ന ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംഭവ സ്ഥലത്തെത്തിയിട്ടും തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് പൂരം ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്ന മന്ത്രി K രാജൻ എന്തുകൊണ്ട് അവിടെ എത്തിയിട്ട് പോലീസിനെ വിലക്കിയില്ല എന്ന ചോദ്യം CPM വരെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. മന്ത്രി K രാജൻ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്ന് CPM തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPMൻ്റെ മറിച്ചുള്ളൊരു ആരോപണമാണത്. BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ട് CPM നേതാക്കളുടെ ബോധപൂർവമായിട്ടുള്ള നിസ്സംഗത അല്ലെങ്കിൽ സംഘടനാ വീഴ്ച ഇതൊക്കെ കാരണമായിട്ടുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് CPI അവരുടെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം മുമ്പേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനം തുടങ്ങിയിരുന്നു എന്നുള്ള സൂചനകൾ കൂടി CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വനിതകൾ, തീരദേശ ജനത തുടങ്ങിയവരൊക്കെ അവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മധ്യവർഗ ക്രൈസ്തവ വോട്ടുകൾ അവർ സ്വാധീനിച്ചു. ഈ നീക്കങ്ങളെ CPM ഗൗരവമായിട്ടെടുത്തില്ല എന്നും അതിന് തടയിടുവാൻ ശ്രമിച്ചില്ല എന്നും CPI ആരോപിക്കുന്നു. VS സുനിൽകുമാറിൻ്റെ പരാജയത്തിൽ സംയുക്താന്വേഷണം വേണമെന്ന് CPI തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി D രാജ തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ആശയവിനിമയം തന്നെ നടത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വോട്ടെടുപ്പിൻ്റെ ഫലം വന്നയുടൻ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കാണുകയും തൃശ്ശൂരിലെ അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയത്തെക്കുറിച്ച് ആ പരാജയത്തെ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അന്വേഷണം വേണമെന്നുള്ള ഘട്ടത്തിലേക്ക് എത്തപ്പെടുന്നത്. തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായിട്ടുള്ള വീഴ്ചകളും സംയുക്തമായിട്ട് അന്വേഷിക്കണമെന്നാണ് CPIയുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇക്കാര്യത്തിൽ CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒത്തുകളിയെക്കുറിച്ച് തുടക്കം മുതലേ ആക്ഷേപമുള്ളതിനാൽ തന്നെ പ്രശ്നത്തിൽ CPMൻ്റെ സംഘടനാ പരിശോധന മാത്രം പോരാ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ CPI എത്തിയിരിക്കുന്നത്. അങ്ങനെ CPM മാത്രം വിചാരിച്ചുകൊണ്ടൊരു സംവിധാനത്തിലേക്ക് പോകണ്ട, CPMും CPIയും ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയാൽ മതി. അങ്ങനെ സംയുക്തമായിട്ടുള്ള അന്വേഷണം മാത്രമാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് തോറ്റു എന്ന് അറിയേണ്ടത് CPIയുടെയും CPMൻ്റെയും ബാധ്യതയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് CPI. അതുകൊണ്ട് സംയുക്ത അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും അവിടെ വേണ്ട. ഇതിനുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോകുന്നു.
വരുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ്, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പൊട്ടിത്തെറികൾ ആ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനും ഒപ്പം തന്നെ ഇടതുമുന്നണിക്കകത്തും ഉണ്ടാകും. CPIയുടെ ആരോപണങ്ങൾ വളരെ കൃത്യമാണ്. തൃശ്ശൂരിൽ വിജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് VS സുനിൽകുമാർ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് VS സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. പക്ഷേ കൃത്യമായ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചില്ല, ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിരുന്നില്ല, ഒപ്പം തന്നെ CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തി വോട്ട് നേടുവാനുള്ള ശ്രമം നടത്തിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ CPI ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുവാനുള്ള ബാധ്യത CPMനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു മറുപടിയും പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുമുന്നണിക്കകത്ത് പൊട്ടിത്തെറികൾ ഉടനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.